So, hi all. നമ്മൾ എടുക്കാൻ പോകുന്നത് ബാസിലസിനെ പറ്റിയാണ്. സോ ബാസിലസ് ആസ് ഓൾ യു നോസ് ദാറ്റ് ഇറ്റ്സ് എ ഷേപ്പ്. നമ്മളൊരു ഷേപ്പിലൊക്കെ പറയുന്നതാണ് ഓർഗാനിസത്തിന്റെ ക്ലാസ്. നമ്മൾ കോക്കൈ ബാസിലസ് അത് നമ്മൾ പറയാറുണ്ട്. സോ അതിൽ വരുന്ന ഒരു ജീനസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒന്നാണ് ബാസിലസ് എന്ന് പറയുന്നത്. സോ ബാസിലസിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. So mainly gram positive rods ine two types ആയിട്ട് നമുക്ക് classified ചെയ്യാം. ഒന്ന് aerobic rods which can spore forming. Okay, അതിനെ spore produce ചെയ്യുന്ന aerobic rod shaped organism എന്നും anaerobic rod shaped which cannot produce any spores. So അങ്ങനെ നമുക്ക് രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം ഗ്രാം പോസിറ്റീവ് റോഡ്സിനെ. സോ അതിലെന്ന് പറയുമ്പോഴത്തേക്കും ഒന്ന് എയറോബിക് ബാസിലി ആൻഡ് അനേറോബിക് ക്ലോസ്ട്രിഡിയ അങ്ങനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. സോ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ ബാസിലസിനെ പറ്റി നമുക്ക് നോക്കാം. സോ ജീനസ് ബാസിലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി കൺസിസ്റ്റ് ഓഫ് എയറോബിക് ബാസിലൈ ഫോമിംഗ് ഹീറ്റ് റെസിസ്റ്റൻസ് സ്പോർസ്. സോ ഹീറ്റ് റെസിസ്റ്റൻസ് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എയറോബിക് ബാസിലയാണ് നമ്മൾ പറയുന്നത്. സോ അതുപോലെ തന്നെ നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ദേ ആർ ഗ്രാം പോസിറ്റീവ്, അതായത് ഗ്രാം പോസിറ്റീവ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. ബട്ട് ദേ ഹാവ് എ ടെൻഡൻസി ടു ലൂസ് ദെയർ ഡീകളറൈസേഷൻ. ഓക്കെ, ഡീകളറൈസേഷൻ എന്ന് പറയുന്ന ഒരു ടെൻഡൻസി കാണിക്കുന്നില്ല. അതായത് ഗ്രാം പോസിറ്റീവ് ആയിട്ടുള്ള ഓർഗാനിസം ആണെങ്കിൽ കൂടി അതിന് ഇറ്റ് ക്യാൻ ബി ഈസിലി ഡീകളറൈസ്ഡ്. സോ ഇറ്റ് വിൽ ബി gram positive or gram negative. നമുക്ക് gram positive ആയിട്ടും gram negative ആയിട്ട് കാണിക്കാൻ പറ്റും because of the variability. Okay, and they are generally motile organism which shows peritrichous flagellae. So gram positive bacillus എന്ന് പറയുന്നത് motile organism ആണ് which has peritrichous flagellae, and the genus include psychrophilic, mesophilic and thermophilic. So based upon the temperature, the organism is classified into psychrophilic, mesophilic and thermophilic species. So ഈ ഓർഗാനിസത്തിന്റെ ഗ്രോത്തിന് വേണ്ട മാക്സിമം ടെമ്പറേച്ചർ ഫോർ ദ വെജിറ്റേറ്റീവ് ഗ്രോത്ത് എന്ന് പറയുന്നത് റേഞ്ച് എന്ന് പറയുന്നത് 25 ഡിഗ്രി സെൽഷ്യസ് ടു 75 ഡിഗ്രി സെൽഷ്യസ് ആണ് അറ്റ് എ മാക്സിമം. ഒരു മിനിമം എന്ന് പറയുമ്പോഴത്തേക്കും 5 ഡിഗ്രി സെൽഷ്യസ് ടു 45 ഡിഗ്രി സെൽഷ്യസ് ആണ് പറയുന്നത്. മിനിമം സോൾട്ട് കോൺസെൻട്രേഷൻ വേരീസ് ബിറ്റ്വീൻ 2% to 25%. So they need a NaCl concentration എന്ന് പറയുന്നത് ഒരു ടോളറൻസ് എന്നൊക്കെ പറയുന്നത് 2% to 25% ആണ്. ആൻഡ് ദ സ്പോർസ് യുബിക്വിനസ് ആണ്, അതായത് സോയിൽ, ഡസ്റ്റ്, വാട്ടർ, എയർ അങ്ങനെ ഒരുപാട് ഇതിനകത്തൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് വി ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഈസ് എ ലബോറട്ടറി കണ്ടാമിനന്റ്. ലബോറട്ടറിയിൽ കണ്ടാമിനേഷൻസും കോസ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉള്ള ഒരു ഓർഗാനിസം ആണ്. ആൻഡ് ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ആസ് എ ബയോ വെപ്പൺ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരിടയ്ക്ക് ഇങ്ങനെ ബാസിലസ് ആന്ത്രാസിസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ ഫേമസ് ആയിട്ടുള്ള അമേരിക്ക തുടങ്ങിയ ഒരു ബയോവാറൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സോ മെയിൻലി യൂസ്ഡ് ആസ് എ ബയോ വെപ്പൺ. ആൻഡ് മെയിൻലി ടു ഇമ്പോർട്ടൻറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ഓർഗാനിസം ആണ് വിച്ച് കോസ് pathogenicity to human beings. First one is Bacillus anthracis which cause anthrax, which is a zoonotic disease, and Bacillus cereus which cause foodborne gastroenteritis, sometimes opportunistic infections. So നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് ബാസിലസ് ആന്ത്രാസിസിനെ പറ്റി പഠിക്കാം. സോ ബാസിലസ് ആന്ത്രാസിസ് എന്ന് പറയുമ്പോൾ ആന്ത്രാസിസ് എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് വേർഡ് ആയിട്ടുള്ള ആന്ത്രാക്കോസ് എന്ന വേർഡിൽ നിന്ന് ഡിറൈവ്ഡ് ചെയ്തിട്ടുള്ളതാണ്. സോ വിച്ച് മീൻസ് ബ്ലാക്ക് ഇൻ കളർ. ഓക്കെ, ആൻഡ് ഇത് മെയിൻലി ഒരു ഫസ്റ്റ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ് എന്ന് നമുക്ക് പറയാം. ഫസ്റ്റ് കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള ഡിസീസ് ആണ് നമ്മുടെ ആന്ത്രാസിസ് എന്ന് പറയാം. അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഹിസ്റ്ററി ഓഫ് മൈക്രോബയോളജി പഠിച്ചിട്ടുണ്ടെങ്കിൽ ജേം തിയറി ഇറ്റ് ഹെൽപ്സ് ടു എസ്റ്റാബ്ലിഷ് ജേം തിയറി. ജേം തിയറി ആരാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്? റോബർട്ട് കോച്ച്.
സോ ഇതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തേക്കുന്ന ഒരു സംഭവമാണ് ഈ ആന്ത്രാസിസിലുള്ള സ്റ്റഡീസ്. ആൻഡ് ഇറ്റ് വാസ് ഫസ്റ്റ് ഒബ്സർവ് അണ്ടർ മൈക്രോസ്കോപ്പ് ഇൻ 1849 ബൈ പൊളൻഡർ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് ഇത് ആദ്യമായിട്ട് ഒബ്സർവ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ്, ഫസ്റ്റ് ഐസൊലേറ്റഡ് ഇൻ പ്യുവർ കൾച്ചർ. സോ റോബർട്ട് കോച്ചിന്റെ സ്റ്റഡീസിനകത്ത് പറയുന്ന പ്യുവർ കൾച്ചറിനകത്തൊക്കെ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങളിൽ മെയിൻ ആയിട്ട് നമ്മൾ സ്റ്റഡീസ് നടത്തിയേക്കുന്നത്, പ്യുവർ കൾച്ചർ ഒക്കെ ചെയ്തിരിക്കുന്നത് ഈ ബാസിലസ് ആന്ത്രാസിസിലാണ്. ആൻഡ് ഹി ഒബ്സർവ് സ്പോർസ് ഇൻ 1876 ആൻഡ് ഫസ്റ്റ് വാക്സിൻ, അറ്റുനേറ്റഡ് വാക്സിൻ വിച്ച് വാസ് പ്രൊഡ്യൂസ്ഡ് ബൈ ലൂയിസ് പാസ്റ്റർ ഇൻ 1881 എന്ന് നമുക്ക് പറയാം. പ്രൈമർലി a disease of domesticated, അതായത് ബാസിലസ് ആന്ത്രാസിസ് നേരത്തെ പറഞ്ഞ പോലെ സൂണോട്ടിക് ഡിസീസുകളാണ് കോസ് ചെയ്യുന്നത്. പ്രൈമർലി ഡിസീസ് ഓഫ് ഡൊമസ്റ്റിക്കേറ്റഡ് ആൻഡ് വൈൽഡ് അനിമൽസിലൊക്കെ ഡിസീസുകൾ കോസ് ചെയ്യുന്നതായിരിക്കും മെയിൻ ആയിട്ട് ഇതിന്റെ ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത്. സോ ആന്ത്രാസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ലാർജസ്റ്റ് പാത്തോജനിക് ബാക്ടീരിയ. അതിന്റെ സൈസ് എന്നൊക്കെ പറയുന്നത് 3 to 10 മൈക്രോമീറ്റർ ഇൻ ഡയമീറ്റർ ആൻഡ് 1 to 1.6 മൈക്രോമീറ്റർ ഇൻ ലെങ്ത്. അതാണ് അതിന്റെ സൈസ് എന്ന് പറയുന്നത്. ഗ്രാം പോസിറ്റീവ് ആയിട്ടുള്ള റോ ഷേപ്ഡ് ഓർഗാനിസം ആണ്, വിച്ച് വി ക്യാൻ സീ സിംഗിൾ അതായത് സിംഗിൾ ആയിട്ട് കാണാൻ പറ്റും, പെയർസ് ആയിട്ട് കാണാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഇൻ കൾച്ചേഴ്സ് വി ക്യാൻ സീ it has a short chains and which is surrounded by a capsular material. അതൊരു ഇങ്ങനെ പെയർ ഇങ്ങനെ തൊട്ട് ബാക്കിലാക്കിയിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ അതിന് നമുക്ക് എന്ത് പറയാം, അതിന് ഒരു ക്യാപ്സ്യൂൾ ഉണ്ടെന്ന് പറയാൻ പറ്റും, ഷോർട്ട് ചെയിൻ പോലെ ഫോം ചെയ്തിട്ടുണ്ടോ. The capsules are mainly made up of by polypeptide which is a polymer of D-glutamic acid. അതുപോലെ തന്നെ the capsule are not formed in ordinary conditions, but in the case of the culture, when we are culturing in vitro condition, നമ്മുടെ മീഡിയത്തിനകത്ത് if we added bicarbonate or അല്ലെങ്കിൽ അതിന്റെ ഗ്രോത്തിനെ നമ്മൾ 10 to 25% കാർബൺ ഡൈ ഓക്സൈഡിൽ എൻഹാൻസ് ചെയ്യിക്കുമ്പോൾ capsule will form. അതുപോലെ തന്നെ ഗ്രോത്ത് നമ്മള് സെറം, ആൽബുമിൻ, ചാർക്കോൾ ആൻഡ് സ്റ്റാർച്ച് capsule can form. Okay, in the absence of CO2, നമ്മൾ എൻഹാൻസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ when we enrich these things but in the ordinary medium like serum, albumin, charcoal ഒക്കെ വെച്ച് നമ്മൾ enrich ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ we can say that the capsule can form. ഒരു ബാംബൂ സ്റ്റിക്ക് അപ്പിയറൻസ് ആണ് കൾച്ചറിനൊക്കെ കാണിക്കുക. ഒരു എൻ ടു എൻ ഇതായിട്ട് നിൽക്കുമ്പോൾ ഒരു ബാംബൂ, അതായത് മുളയുടെ ഒക്കെ ഒരു അപ്പിയറൻസ്, അതിലൊക്കെ അങ്ങനത്തെ ഒരു അപ്പിയറൻസ് ആയിരിക്കും കാണിക്കുക. സോ ദാറ്റ് വി കോൾ ബാംബൂ സ്റ്റിക്ക് അപ്പിയറൻസ്. സോ ഈ പിക്ചറിനകത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ബാംബൂ ലൈക്ക് അപ്പിയറൻസ്. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഇതിന്റെ സ്പോർസിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. സോ ദേ പ്രൊഡ്യൂസ് തെർമോസ്റ്റേബിൾ സ്പോർസ്. തെർമോസ്റ്റേബിൾസ് ആയിട്ടുള്ള സ്പോർസ് ആണ് ഫോം ചെയ്യുന്നത്. ആൻഡ് ദ സ്പോർ പ്രൊഡക്ഷൻ does not occurs inside the host. അതായത് ഒരു ലിവിങ് സെൽസിന്റെ ഒരു കൾച്ചറിനകത്തോ അതൊന്നും വെച്ചായിട്ടായിരിക്കില്ല സ്പോർസ് ഫോം ചെയ്യുക. നമുക്ക് പറയാൻ പറ്റും അൺഫേവറബിൾ കണ്ടീഷൻ, അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയാ ഇൻ ദ സോയിൽ, അതിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് spore formation എന്ന് പറയാം. പക്ഷെ ഇൻ ദ കേസ് does not occur in the body of the host. അല്ലെങ്കിൽ എന്താ പറയാ അനിമൽസിലൊന്നും അത് ഉണ്ടാവില്ല, സ്പോർ ഫോം ചെയ്യില്ല. സ്പോർസ് മെയിൻലി കൾച്ചറിൽ, അതായത് അതിന്റെ അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് വരുമ്പോഴാണല്ലോ സ്പോർസ് ഫോം ചെയ്യുക. സ്പോർസ് എന്ന് പറയുമ്പോൾ മെയിൻലി കാണപ്പെടുന്നത് സെൻട്രലിൽ കാണാം, സബ്ടെർമിനൽ കാണാം, എലിപ്റ്റിക്കൽ ഓർ ഓവൽ ഇൻ ഷേപ്പ്. സെൻട്രലിൽ നമുക്ക് കാണാൻ പറ്റും, സബ്ടെർമിനലും കാണാൻ പറ്റും. ഷേപ്പ് എന്ന് പറയുന്നത് എലിപ്റ്റിക്കൽ അല്ലെങ്കിൽ ഓവൽ ഷേപ്പ് ആയിരിക്കും. സെയിം വിഡ്ത്ത് ആയിരിക്കും, വെജിറ്റേറ്റീവ് ബോഡിയുടെ സെയിം വിഡ്ത്തും ഒരു കട്ടിയൊക്കെ തന്നെയായിരിക്കും ഉണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ സെല്ലിന് ഒരു ബൾജിങ് അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. ആൻഡ് ദ ഓർഗാനിസം ഈസ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓർഗാനിസം ഈസ് ഗ്രാം പോസിറ്റീവ് ആൻഡ്
സോ നമുക്ക് എല്ലാവർക്കും അറിയാം സ്പോർട്സിനെ സ്റ്റെയിൻ ചെയ്യിക്കാൻ ഇച്ചിരി പാടാണ്. സോ സ്പോർട്സ് എന്ന് പറയുന്നത് റെഡിലി നോട്ട് സ്റ്റെയിനബിൾ, പെട്ടെന്ന് സ്റ്റെയിൻ ആവില്ല. വി കനോട്ട് ഈസിലി സ്റ്റെയിൻ ദാറ്റ്. സോ നമ്മൾ മെയിൻലി 2 ടൈപ്പ് ആയിട്ടുള്ള സ്റ്റെയിനിങ് മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോഴത്തേക്കും ഒന്ന് സുഡാൻ ബ്ലാക്ക് ബി, അങ്ങനത്തെ ഒരു സ്റ്റെയിൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, വിച്ച് സ്റ്റെയിൻ ദ ഫാറ്റ് ഗ്ലോബ്യൂൾസ്. നമ്മളത് ഫാറ്റ് ഗ്ലോബ്യൂൾസ് നെയാണ് സ്റ്റെയിൻ ചെയ്യുന്നത്. നമുക്ക് ഒബ്സർവ് ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നത് ഫാറ്റ് ഗ്ലോബ്യൂൾസ് ആണ്. ഒരു ടിപ്പിക്കൽ അപ്പിയറൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ബാംബു സ്റ്റിക്ക് അപ്പിയറൻസ് ആണ് നമ്മൾ സ്മിയേഴ്സിനെ സ്റ്റെയിൻ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റെയിൻ എന്ന് പറയുമ്പോഴത്തേക്കും പോളിക്രോം മെത്തിലിൻ ബ്ലൂ വെച്ചിട്ട് നമ്മൾ സ്റ്റെയിൻ ചെയ്യാണ്. അപ്പൊ നമുക്ക് കാണാൻ പറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർപ്പിളിഷ് അമോർഫസ്ഡ് മെറ്റീരിയൽ കാണാൻ പറ്റും, വിച്ച് ഇസ് ക്യാപ്സ്യൂൾ. അതൊരു ക്യാപ്സ്യൂൾ ആയിട്ടായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. അതൊരു സ്പെസിഫിക് ക്യാരക്ടർ ആണ്. ഓക്കെ, ബാസിലസ് ആന്ത്രാസിസിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണ്. നമ്മള് ആനിമൽസിലൊക്കെ ഉള്ള ബാസിലസ് ആന്ത്രാസിസിനെ ഡയഗ്നോസ് ചെയ്യാനായിട്ട് എന്ത് പ്രിസംപ്റ്റീവ് ആയിട്ടൊക്കെ ഈ ഒരു സ്റ്റെയിനിങ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ പർപ്പിഷ് അമോർഫസ് മെറ്റീരിയൽ നമ്മൾ കാണുന്നതിന് ആ ഒരു റിയാക്ഷൻ നമ്മൾ പറയുന്നത് മെക്ഫെയ്ഡൻ റിയാക്ഷൻ എന്നാണ്. സോ മെയിൻലി 2 ടൈപ്പുള്ള സ്റ്റെയിനിങ് മെത്തേഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സുഡാൻ ബ്ലാക്ക്, വിച്ച് വി ക്യാൻ സേ ദ നമുക്ക് കാണാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാല് സ്റ്റെയിൻഡ് സ്മിയേഴ്സിനെ ബാംബു സ്റ്റിക്ക് അപ്പിയറൻസ് അങ്ങനെ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുക. പിന്നെ ഒരെണ്ണം പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ സ്റ്റെയിൻ ചെയ്യണത് പോളിക്രോം മെത്തിലിൻ ബ്ലൂ. അതിൽ നമുക്ക് പർപ്പിഷ് അമോർഫസ് മെറ്റീരിയൽ ആയിട്ട് കാണാൻ പറ്റും ക്യാപ്സ്യൂൾ. അമോർഫസ് എന്ന് പറയുമ്പോൾ പൗഡറി മെറ്റീരിയൽ ആയിട്ട് കാണാൻ പറ്റും ക്യാപ്സ്യൂള്. ആൻഡ് അതിന് നമ്മൾ മെക്ഫെയ്ഡൻ റിയാക്ഷൻസ് എന്നാണ് പറയുന്നത്. മെയിൻലി പ്രിസംപ്റ്റീവ് ഡയഗ്നോസിസിന് ആന്ത്രാസിസിലൊക്കെ അനിമൽസിലൊക്കെ ഉണ്ടാവുന്ന ആന്ത്രാസിസിന് പ്രിസംപ്റ്റീവ് ഡയഗ്നോസിസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു സ്റ്റെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. സോ അതാണ് ആന്ത്രാക്സ് ബാസിലസില് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന സ്റ്റെയിനിങ് മെത്തേഡ്സ്. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ബാസിലി എന്ന് പറയുന്നത് ആന്ത്രാക്സ് കോസ് ചെയ്യുന്ന ബാസിലസ് എന്ന് പറയുന്നത് എങ്ങനത്തെ ആയിരിക്കും? നോൺ മോട്ടൈൽ ആണ് ഓർഗാനിസം എന്ന് പറയുന്നത്. സോ ഈ 2 സ്റ്റെയിൻ നിങ്ങൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് മനസ്സിലാകും. ഇതെന്ന് പറയുമ്പോൾ സുഡാൻ ബി വെച്ചിട്ട് നമ്മൾ സ്റ്റെയിൻ ചെയ്യുന്നതാണ് ബാംബു ലൈക്ക് അപ്പിയറൻസ്. ഇതിനകത്തെന്ന് പറയുമ്പോഴത്തേക്കും ഈ ലെഫ്റ്റ് സൈഡിലുള്ളതെന്ന് പറയുമ്പോൾ പർപ്പിളിഷ് അമോർഫസ് ആയിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് മെക്ഫെയ്ഡൻസ് റിയാക്ഷൻസ് കാണിക്കുന്ന പോളിക്രോം മെറ്റിലിൻ ബ്ലൂ വെച്ചിട്ടുള്ള സ്റ്റെയിനിങ്ങിലുള്ള വരുന്നതാണ്. നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പറയുന്നത് കൾച്ചറൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. സോ ദീസ് കൈൻഡ്സ് ഓഫ് ഓർഗാനിസംസ് ആർ എയറോബ്സ് ആൻഡ് ഫാക്കൾട്ടേറ്റീവ് അനഎയറോബ്സ്. ആൻഡ് ടെമ്പറേച്ചർ റേഞ്ച് ഫോർ എ ഗുഡ് ഗ്രോത്ത് ഈസ് 12 to 45 degrees Celsius ആൻഡ് ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 35 to 37 degrees Celsius ആണ്. ഓർഡിനറി മീഡിയത്തിനകത്ത് വളരെ ഒരു ഗുഡ് ഗ്രോത്ത് എപ്പോഴും നമ്മൾ കാണാറുണ്ട്. അഗാർ പ്ലേറ്റ്സിനകത്ത് ഇറഗുലർ റൗണ്ട് കോളനീസ് ഫോം ചെയ്യും. 2 to 3 mm in diameter, raised dull opaque grayish white with a frosted glass appearance കോളനീസ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുക. നമ്മൾ ഈ കോളനീസിനെ നമ്മൾ ലോ പവർ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുമ്പോൾ നമുക്ക് ഈ കോളനീസിനെ ഒരു മാറ്റഡ് ഹെയർ അപ്പിയറൻസ് കാണാൻ പറ്റും. സോ ഇതിനെ നമ്മൾ പറയുന്നത് മെഡൂസ ഹെഡ് അപ്പിയറൻസ് ആണ്. മെഡൂസ ഹെഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. ഗ്രീക്ക് മിത്തോളജിയിൽ വരുന്ന ഒരു ക്യാരക്ടർ ആണ് മെഡൂസ എന്ന് പറയുന്നത്. ലൈക്ക് മെഡൂസയുടെ ഹെഡില് നിറച്ച് പാമ്പുകളൊക്കെ ഉള്ള പോലത്തെ ഒരു സ്ട്രക്ചർ ആണ് എപ്പോഴും ഉള്ളത്. സോ അതുപോലത്തെ ഒരു സ്ട്രക്ചർ ആണ്, മാറ്റഡ് ഹെയർ ലൈക്ക് സ്ട്രക്ചർ ആണ് നമ്മുടെ ബാസിലസ് കോളനീസിന് നമ്മൾ when we look it under low power microscope. സോ ബ്ലഡ് അഗാറിനകത്ത് നോൺ ഹിമോലൈറ്റിക് കോളനീസ് ആണ് ഉണ്ടാവുന്നത്. ലിക്വിഡ് കൾച്ചറിനകത്ത് ലിറ്റിൽ ഓർ നോട്ട് ടർബിഡിറ്റി ഫ്ലൊക്യുലാർ ഡെപ്പോസിറ്റ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ ഈ ഒരു ബാസിലസിനെ നമ്മളൊരു സോളിഡ് മീഡിയം വിച്ച് കണ്ടെയ്ൻസ് പെൻസിലിൻ നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്യുമ്പോൾ ആ ക്യാപ്സ്യൂൾസ് ബിക്കം ഒരു സ്വെല്ലിങ് കാണിക്കുകയും ഈ സ്വെല്ലിങ് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
പേൾസിനെ അടുക്കി വെച്ചേക്കുന്ന പോലെ, ഒരു പേൾസിന്റെ മാല അടുക്കി വെച്ചിരിക്കുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും. സ്ട്രിങ് ഓഫ് പേൾസ് റിയാക്ഷൻ നമുക്ക് കാണാൻ പറ്റും. പിന്നെ സെലക്ടീവ് മീഡിയം നമ്മൾ യൂസ് ചെയ്യുന്നത് PLET മീഡിയം ആണ്. PLET മീഡിയം എന്ന് പറയുന്നത് വിച്ച് കണ്ടെയ്ൻ പോളിമിക്സിൻ, ലൈസോസൈം, EDTA ആൻഡ് താലോസ് അസിറ്റേറ്റ്. ഇത്രയും സാധനങ്ങളുള്ള താലോസ് അസിറ്റേറ്റ് ഇത്രയുള്ള ഒരു ഇതാണ് നമ്മൾ സെലക്ടീവ് മീഡിയം ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ബയോകെമിക്കൽസിൽ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ക്യാൻ ഫെർമെന്റ് ഷുഗേഴ്സ് with no acid, with acid production but no gas. So glucose, maltose, sucrose, they can ferment these kinds of sugars with producing acid but no gas, and they are nitrate positive organism, catalase positive organism. പിന്നെ നമ്മൾ ജെലാറ്റിൻ എന്താ ചെയ്യുക, ജെലാറ്റിൻ ലിക്വിഫിക്കേഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ഒരു നമ്മൾ വെൻ ദ ഓർഗാനിസം ഈ സ്റ്റാബ് ടു ദ ബ്രോത്ത് അല്ലെങ്കിൽ ഈ ജെലാറ്റിനൊക്കെ നമ്മൾ സ്റ്റാബ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ആഫ്റ്റർ ഇൻക്യുബേഷൻ ഒരു ഇൻവേർട്ടഡ് സ്ഫിയർ ട്രീ അപ്പിയറൻസ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഇറ്റ്സ് ജെലാറ്റിൻ ലിക്വിഫിക്കേഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ആൻഡ് ഓൾസോ പ്രോട്ടീസ് പോസിറ്റീവ് ആണ് എപ്പോഴും കാണിക്കുന്നത്. സോ ദ ഓർഗാനിസം എന്ന് പറയുമ്പോഴത്തേക്കും ഹീറ്റ് റെസിസ്റ്റന്റ് അല്ല ഓർഗാനിസം. പെട്ടെന്ന് ഹീറ്റ് ചെയ്ത് നമുക്ക് കൊല്ലാൻ പറ്റും ഓർഗാനിസിനെ. ആൻഡ് ഇറ്റ് ക്യാൻ ബി കിൽഡ് ബൈ 60 ഡിഗ്രി സെൽഷ്യസ് ഫോർ 30 മിനിറ്റ്സ്. നമുക്കൊരു 30 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് 60 ഡിഗ്രി സെൽഷ്യസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓർഗാനിസം ക്യാൻ ബി ഈസിലി കിൽഡ്. പക്ഷെ അതുപോലെ തന്നെ നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ് ദ സ്പോർസ് ആർ ഹൈലി റെസിസ്റ്റന്റ്. സ്പോർസ് എന്ന് പറയുന്നത് ഹീറ്റും അതായത് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ഏജൻസിനെ ഭയങ്കര റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്. പക്ഷെ വെജിറ്റേറ്റീവ് സെൽസ് എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് നമുക്ക് ഹീറ്റിന് കിൽ ചെയ്യാൻ പറ്റും. ഡെഡ് അനിമലിന്റെ അതായത് ആന്ത്രാക്സ് വന്നിട്ട് ചത്തുപോകുന്ന ഡിസീസ്ഡ് ആവുന്ന അനിമൽസിന്റെ ബോൺ മാരോയിലൊക്കെ ഒരു 2 വീക്സോളം ഒക്കെ ഈ ഓർഗാനിസിന് വയബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റും. ഡിസീസ് കോസ് ചെയ്യാനായിട്ടൊക്കെ അതിന്റെ ഇതില് പ്രസൻസ് ആയിട്ട് ഇരിക്കാൻ സാധിക്കും. അതായത് ഒരു 4 വീക്സോളം ബോൺ മാരോയിലും അതിന്റെ സ്കിന്നിലൊക്കെ ഒരു 2 വീക്സോളം ഒക്കെ കാണാൻ സാധിക്കും നമുക്ക് ഈ ഓർഗാനിസത്തിനെ. പിന്നെ ഇതിനകത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് they have been isolated from naturally infected soil after as long as 60 years. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ലോങ് ഇൻക്യുബേഷനിലും അത് വയബിൾ ആയിട്ട് ഇരിക്കണം എന്താണെന്ന് വെച്ചാൽ അതിന്റെ സ്പോർസിന്റെ റെസിസ്റ്റൻസ് കാരണമാണ്. പിന്നെ അതുപോലെ തന്നെ they resistant to dry heat at 140 degree Celsius for 1 to 3 hours and boiling for 10 minutes. ഇത്രയും സമയം വരെ അവർക്ക് റെസിസ്റ്റന്റ് ആയിട്ട് ഇരിക്കാൻ പറ്റും. They can survive 5% phenols for weeks. സോ അപ്പൊ എന്തോരം റെസിസ്റ്റന്റ് ആണ് നമുക്ക് മനസ്സിലാക്കാം. And it is also resistant to mercury chloride. 4% potassium permanganate needs 50 minutes to kill this organism, and they are susceptible to sulfonamides, penicillin, erythrocin, streptomycin, tetracycline and chloramphenicol. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ് ഒക്കേഷണൽ സ്ട്രെയിൻസ് പെൻസിലിന് റെസിസ്റ്റൻസ് കാണിക്കാറുണ്ട്. സോ ഇപ്പൊ ഒരുവിധം സ്ട്രെയിൻസ് എല്ലാം പെൻസിലിന് റെസിസ്റ്റൻസ് കാണിക്കാറുണ്ട്. പക്ഷെ ഇതിനകത്ത് ബാസിലസിനകത്ത് ഒരുവിധം ചില സ്ട്രെയിൻസുകളൊക്കെ റെസിസ്റ്റൻസ് കാണിക്കാറുണ്ട്. ബാക്കിയെല്ലാം നമുക്ക് ഈസിലി ഈ ഓർഗാനിസം സസെപ്റ്റബിൾ ആണ്. സോ വിർലന്റ് ഫാക്ടേഴ്സ് മെയിൻലി 2 ടൈപ്സ് ആണ്. ഒന്ന് ക്യാപ്സുലാർ പോളിപെപ്റ്റൈഡ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ആന്ത്രാക്സ് ടോക്സിൻ എന്ന് പറയുന്നത്. സോ ക്യാപ്സുലാർ പോളിപെപ്റ്റൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും അതിന് തന്നെ മെയിൻ ഫങ്ഷൻ അല്ലെങ്കിൽ മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഇൻഹിബിഷൻ ഓഫ് ദ ഫാഗോസൈറ്റോസിസ്. ഈ വിർലൻസ് കാണിക്കുന്നത് ഫാഗോസൈറ്റോസിന്റെ ഇൻഹിബിഷൻ ആണ്. അത് മെയിൻലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാപ്സ്യൂൾ വിച്ച് ഇസ് കോഡഡ് ബൈ a plasmid which is known as PX02. അത് ഈ ഒരു പ്ലാസ്മിഡ് ആയിട്ട് കോഡഡ് ചെയ്തിട്ടുണ്ട്. സോ വിച്ച് കൺട്രോൾസ് ദ ക്യാപ്സ്യൂൾ പ്രൊഡക്ഷൻ. ഈ പ്ലാസ്മിഡ് ആണ് ഈ പോളിപെപ്റ്റൈഡ് ആയിട്ട്
കോഡ് ചെയ്തിട്ട് ക്യാപ്സ്യൂളിന്റെ പ്രൊഡക്ഷനിലോട്ട് ലീഡ് ചെയ്യുന്നത്. സോ വിച്ച് കോസ് ദ വിറുലൻസി. അപ്പൊ നമ്മൾ ഈ പ്ലാസ്മിഡിന്റെ ലോസ് എന്ന് പറയുമ്പോഴത്തേക്കും വെൻ ദ ഓർഗാനിസം ലോസ് ദിസ് പ്ലാസ്മിഡ് ഇറ്റ് ബിക്കംസ് അവിറുലന്റ്, അതായത് അതിന്റെ വിറുലൻസി അതിന് നഷ്ടപ്പെടും. ആ ഒരു മെക്കാനിസം ആണ് നമ്മൾ ഇതിനെതിരെ ആയിട്ടുള്ള ലൈവ് അറ്റന്യൂറ്റഡ് ആന്ത്രാക്സ് സ്പോർ വാക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ആ പ്ലാസ്മിഡിന്റെ ലോസ്, അപ്പോൾ അതിനെതിരെ ആയിട്ടുണ്ടാവുന്ന ആ വിറുലൻസി, അതിന്റെ ആ പ്ലാസ്മിഡിനെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഈ ടൈപ്സ് ഉള്ള വാക്സിൻസ് ഉണ്ട്. അതായത് ദിസ് കൈൻഡ്സ് ഓഫ് വാക്സിൻ എന്ന് പറയുമ്പോൾ സ്റ്റെറൈൻ വാക്സിൻ നമുക്ക് പറയാം. നമുക്ക് അങ്ങനെയാണ് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുമ്പോഴത്തേക്കും വിറുലൻ ഫാക്ടർ ആണ് ആന്ത്രാക്സ് ടോക്സിൻ, ആൻഡ് വിച്ച് ഇസ് ദ മെയിൻ റെസ്പോൺസിബിൾ ഫോർ ദ ക്ലിനിക്കൽ features or toxicity of this disease. So anthrax toxin എന്ന് പറയുന്നത് മെയിൻലി മൂന്ന് ഫ്രാക്ഷൻസ് വഴി കമ്പോസ്ഡ് ആയിട്ടുള്ള ഒന്നാണ്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എഡീമ ഫാക്ടർ ഓർ OF ഫാക്ടർ അല്ലെങ്കിൽ ഫാക്ടർ 1. സെക്കൻഡ് വൺ പ്രൊട്ടക്റ്റീവ് ആന്റിജൻ ഓർ ഫാക്ടർ നമ്പർ 2. ദ ലീതൽ ഫാക്ടർ LF ഓർ ഫാക്ടർ നമ്പർ 3. സോ ഈ മൂന്ന് ഫാക്ടേഴ്സ് ആണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോഴത്തേക്കും എഡീമ ഫാക്ടർ. സോ എഡീമ ഫാക്ടർ അവിടെ എന്താ ചെയ്യുന്നത്? ദേ ഹാവ് അഡിനലൈറ്റ് സൈക്ലേസ് ഓർ അഡിനലൈറ്റ് സിന്തേസ് ആക്ടിവിറ്റി. അതിന് CAMP പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ട് ഇൻ ദ സെൽ, ആൻഡ് ലേറ്റർ ഓസ്മോസിസ് വിൽ ബി ടേക്സ് പ്ലേസ്. ആൻഡ് പ്രൊട്ടക്റ്റീവ് ആന്റിജന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മെയിൻലി it will bind to the receptors of the target to cell surface and provides the attachment of edema factor and lethal factor. സോ അതിന് ഒരു സൈറ്റ് ഓഫ് എൻട്രി ആയിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളതാണ്. മറ്റു രണ്ട് ഫ്രാഗ്മെന്റ്സിന്റെ പെനിട്രേഷന് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ പ്രൊട്ടക്റ്റീവ് ആന്റിജന്റെ ഫംഗ്ഷൻ ആയിട്ട് പറയുന്നത്. So antibody against this PA factor is protective in nature because it blocks the first step in toxin activity and it will binds to the target cell. അത് കഴിയുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക? നമ്മുടെ എഡീമ ഫാക്ടർ വന്നിട്ട് ആക്ടിവേറ്റ് ഇൻസൈഡ് ദ ടാർഗറ്റ് സെൽ ആൻഡ് ലീഡിങ് ടു ദ അക്യുമുലേഷൻ ഓഫ് സൈക്ലിക് AMP. പിന്നെ എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ responsible for the edema and biological effects for this particular toxin. Last time വരുന്ന factor ആണ് lethal factor. It will cause cell death cause ചെയ്യും. സോ അങ്ങനെയാണ് ഇതിന്റെ ഒരു വിറുലൻസിയും ആക്ടിവിറ്റിയും എല്ലാം നടക്കുന്നത്. So next we are going to discuss about the pathogenicity of this particular organism. അതിനകത്ത് എന്തൊക്കെയാണ് വന്നെ നമുക്ക് നോക്കാം. സോ ഓർഗാനിസം ക്യാൻ കോസ് ആന്ത്രാക്സ്. നമുക്കതറിയാം, ഓർഗാനിസം ആന്ത്രാക്സ് കോസ് ചെയ്യുന്നു. സോ ഇറ്റ് ക്യാൻ കോസ് സൂണോട്ടിക് ഡിസീസ്. സോ വി ക്യാൻ സീ ദാറ്റ് ദിസ് ഡിസീസ് ഇസ് സൂണോട്ടിക്. നമ്മൾ എന്താ പറഞ്ഞാൽ അനിമൽസിലാണ് മെയിൻലി കോസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് മെയിൻലി അനിമൽസ് ആർ ഇൻഫെക്റ്റഡ് ബൈ ദ ഇഞ്ചക്ഷൻ ഓഫ് ദ സ്പോർസ് ഫ്രം ദ സോയിലൊക്കെ പ്രസന്റ് ആയിട്ടിരിക്കുന്ന സ്പോർസ് ഇഞ്ചക്ഷൻ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഇത് അനിമൽസിന് ഡിസീസ് ഇൻഫെക്റ്റഡ് ആവുന്നതെന്ന് പറയുന്നത്. ഡയറക്റ്റ് സ്പ്രെഡ് ഫ്രം അനിമൽസ് ടു അനിമൽസ് ഈസ് വെരി റെയർ ആൻഡ് sometimes we can see that generally fatal septicemia ആണ് കോസ് ചെയ്യുന്നത്, but may sometimes be localized because of the cutaneous disease in human beings. അതുപോലെ ഇൻഫെക്റ്റഡ് അനിമൽസിന്റെ ഡിസ്ചാർജ് ഫ്രം ദ മൗത്ത്, നോസ് ആൻഡ് റെക്ടം, large number of bacilli which sporulated in the soil and remains the source of infection. അതാണ് എപ്പിഡമോളജി പരമായിട്ട് നമ്മൾ പറയുമ്പോൾ സോഴ്സ് ഓഫ് ഇൻഫെക്ഷനിൽ വരുന്നത്. Human anthrax is mainly classified into 3. First one is pulmonary, second one cutaneous, and third one is intestinal. സോ ഇതൊരു ആന്ത്രാക്സ് സൈക്കിളിന്റെ ഒരു പിക്ചറാണ് കാണിച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് ഹ്യൂമൻസിലും അനിമൽസിലും ഒക്കെ ഡിസീസ് കോസ് ആവുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ആന്ത്രാക്സ് സ്പോർസ്, സോയിലുള്ള ആന്ത്രാക്സ് സ്പോർസ് ഇഞ്ചക്ഷൻ ഓർ ഇൻഹലേഷൻ ബൈ ദിസ് കാറ്റിൽസ്
അവരുടെ ഫുഡിലോ അവരുടെ ഇൻഹലേഷനിൽ കൂടെ അവരുടെ ബോഡിയിൽ എത്തുക. സോ അവരുടെ ബോഡിയിൽ നിന്ന് രണ്ട് ടൈപ്പ് അല്ല, ക്യൂട്ടേനിയസ് ടൈപ്പായിട്ടാണ് ഹ്യൂമൻസിലോട്ട് എത്തുന്നത്. ക്യൂട്ടേനിയസ് ആൻഡ് പൾമണറിയും കൂടി നമുക്ക് പറയാൻ പറ്റും. ക്യൂട്ടേനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഈ അനിമൽസിനെ ബൈറ്റ് ചെയ്യുന്ന ഫ്ലൈസ്, കൊതുകുകൾ, മോസ്കിറ്റോസ്, ഇതൊക്കെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള അനിമൽസിൽ നിന്ന് എടുക്കുന്ന ബ്ലഡ്, പിന്നെ അതേ ഫ്ലൈസ് വന്നിട്ട് അല്ലെങ്കിൽ മോസ്കിറ്റോസ് വന്നിട്ട് ഹ്യൂമൻസിനെ ബൈറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ക്യൂട്ടേനിയസ് ആയിട്ട് ഡിസീസ് ട്രാൻസ്ഫർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. രണ്ടാമത്തേന്ന് പറയുമ്പോൾ വെജിറ്റേറ്റീവ് ഫോംസ്. അതെന്ന് പറയുമ്പോൾ ത്രൂ ഡയറക്റ്റ് എക്സ്പോഷർ ത്രൂ ഓക്സിജൻ, അപ്പോൾ ഇൻഹലേഷൻ, പിന്നെ അവരുടെ ഫുഡ് പ്രോഡക്ട്സ് നമ്മൾ കഴിക്കുമ്പോൾ അവരുടെ മാംസം, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മാംസം ഒക്കെ നമ്മൾ കഴിക്കുമ്പോൾ ഇഞ്ചക്ഷൻ ആൻഡ് ഇൻഹലേഷൻ കൂടെ നമ്മുടെ ബോഡിയിലോട്ട് വരാൻ ചാൻസസ് ഉണ്ട്. പിന്നെ അതുകൂടാണ്ട് ഈ സ്പോർസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന എനി കട്ട്സ്, അത് മുറിവുകളിൽ കൂടെയൊക്കെ ഇൻഫെക്ഷൻ കോസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് ഈ പിക്ചറിനകത്ത് കാണിച്ചിരിക്കുന്നത്, ആന്ത്രാക്സ് സൈക്കിൾ. സോ നമ്മൾ ആന്ത്രാക്സിനെ ബേസ്ഡ് ഓൺ ദ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് വൺ ക്യൂട്ടേനിയസ് ആണ്. ക്യൂട്ടേനിയസ് എന്ന് പറയുമ്പോൾ തന്നെ പ്രൈമറി സൈറ്റ് എന്ന് പറയുന്നത് ക്യൂട്ടേനിയസ് ടിഷ്യൂസ് ആയിരിക്കും. ത്രൂ സ്കിൻ ലൈക്ക് ഫേസ്, നെക്ക്, ഹാൻഡ്സ്, ആംസ്, ബാക്ക്, അതൊക്കെ ആയിരിക്കും നോർമൽ സൈറ്റ് എന്ന് പറയുന്നത്. മെയിൻലി ഇൻഫെക്ഷൻ വിൽ ബി സ്റ്റാർട്ടഡ് ആസ് എ പാപ്യൂൾ, അതായത് ചെറിയൊരു കുരു പോലെ 1 to 3 ഡേയ്സിനുള്ളിൽ നമ്മുടെ ബോഡിയിൽ അപ്പിയർ ചെയ്യും. എന്നിട്ട് അത് വെസിക്കുലാർ ആയിരിക്കും, വിച്ച് കണ്ടെയ്ൻസ് ഫ്ലൂയിഡ്, അല്ലെങ്കിൽ ഫ്ലൂയിഡ് വിച്ച് ഈസ് ലൈക്ക് ബ്ലഡ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സംടൈംസ് ക്ലിയർ ആയിട്ടുള്ള ഫ്ലൂയിഡ്സ് ആയിരിക്കും ഉണ്ടാവുക. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ആ ഒരു ഏരിയ കൺജസ്റ്റഡും അല്ലെങ്കിൽ എഡിമാറ്റസ് ഒക്കെ ആയിട്ട് കാണാൻ പറ്റും. പിന്നെ അതിന്റെ ചുറ്റുമൊക്കെ ആയിട്ട് സാറ്റലൈറ്റ് ലീഷൻസ് ഇത് ചെയ്തിട്ടുണ്ടാകും, വിച്ച് ഈസ് ഫിൽഡ് വിത്ത് സെറം ഓർ യെല്ലോ ഫ്ലൂയിഡ്. അതുപോലെ തന്നെ ആ ഒരു ഏരിയയിൽ നെക്രോട്ടിക് ലീഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. അതൊരു ബ്ലാക്ക് കളർ ആയിട്ടായിരിക്കും ഉണ്ടാവുക. സോ ബാസിലസിന്റെ നെയിം എന്ന് പറയുന്നത് തന്നെ വിച്ച് മീൻസ് കോൾ. ആന്ത്രാക്സിന്റെ ഇത് പറയുമ്പോഴത്തേക്കും തന്നെ മീൻസ് കോൾ, അതായത് ബ്ലാക്ക് കളർ ആയിട്ടുള്ള ഈ പാടുകളൊക്കെ ആയിരിക്കും അവിടെ ഫോം ചെയ്തിട്ടുണ്ടാവുക. സോ ഈ പിക്ചർ നോക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ബ്ലാക്ക് കളറിലോട്ട് ഒക്കെ ഉള്ള അത്യാവശ്യം വലിയായിട്ടുള്ള ലീഷൻസ് ഒക്കെയാണ് അവിടെ ഫോം ചെയ്തിട്ടുണ്ടാവുക. ക്യൂട്ടേനിയസ് ആന്ത്രാക്സിസ് നമുക്ക് നോർമലി തന്നെ റിസോൾവ് ആവാറുണ്ട്. ചില കേസസിൽ മാത്രം 10 to 20% കേസസിൽ മാത്രം അൺട്രീറ്റഡ് ആയ പേഷ്യൻസിന് സെപ്റ്റിസീമിയയും മെനിഞ്ചൈറ്റിസും ഒക്കെ കോസ് ചെയ്യാനായിട്ടുള്ള ചാൻസുകൾ കാണിക്കുന്നുണ്ട്. ഈ ലീഷൻസിനെ നമ്മളെ മാലിഗ്നന്റ് പസ്റ്റ്യൂൾ എന്നാണ് പറയുന്നത്. ഇത്രയും ബ്ലാക്ക് കളറിൽ കോൾഡ് ഇതിലൊക്കെ നല്ല വലുപ്പത്തിൽ ഉണ്ടാവുന്ന ലീഷൻസിനെ നമ്മൾ മാലിഗ്നന്റ് പസ്റ്റ്യൂൾസ് എന്നാണ് പറയുന്നത്. കോമൺലി ഡോഗ് വർക്കേഴ്സ്, അതായത് ചുമടെടുക്കുന്ന പോട്ടേഴ്സിനൊക്കെ വരുന്ന ഒരു ഡിസീസാണ്. സോ അതുകൊണ്ട് തന്നെ ഇതിന് നമ്മൾ ഹൈ പോട്ടേഴ്സ് ഡിസീസ് എന്നൊരു പേരും കൂടെ പറയുന്നുണ്ട്, ഹൈ പോട്ടേഴ്സ് ഡിസീസ്. സോ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പൾമണറി ആന്ത്രാക്സ് ആണ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് വൂൾ സോട്ടേഴ്സ് ഡിസീസ്. ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്, വൂൾ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, കമ്പിളി അതൊക്കെ ഉണ്ടാക്കുന്നത്. സോ ആ ഒരു അവിടെയുള്ള ആ വർക്കേഴ്സിന് വരുന്നതാണ്. അത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഇവരുടെ ഈ സ്കിന്നിൽ നിന്നൊക്കെ വരുന്ന തൊലിയിൽ നിന്നൊക്കെ ഇൻഫെക്ഷൻ നമ്മൾ ഇൻഹേൽ ചെയ്ത്, സോ പ്രൈമറി സൈറ്റ് എന്ന് പറയുമ്പോൾ റെസ്പിറേറ്ററി ട്രാക്ട് ആണ്. സോ അതിൽ നിന്നാണ് ഇൻഫെക്ഷൻസ് കോസ് ചെയ്യുന്നത്. ആൻഡ് ലേറ്റർ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ കോസ് ഹെമറാജിക് ന്യൂമോണിയ വിത്ത് ഹൈ ഫെറ്റാലിറ്റി റേറ്റ്. ഈ ഹെമറാജിക് മെനിഞ്ചൈറ്റിസ് മേ ഒക്യൂർ ആസ് എ കോംപ്ലിക്കേഷൻ കൂടെ ആയിട്ട് വരാറുണ്ട് സാധാരണ. സോ ഈ കാണിച്ചിരിക്കുന്ന പിക്ചർ പൾമണറി ആന്ത്രാക്സിന്റെ ഒരു പിക്ചറാണ്. എക്സ്പോഷർ ഏരിയ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോർസ് നമ്മൾ ഇൻഹേൽ ചെയ്യുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക, ഈ സ്പോർസ് നമ്മുടെ ലങ്സിന്റെ ആൽവിയോളാർ സ്പേസിലോട്ട് എത്തുകയാണ്. പിന്നെ അവിടെ വെച്ചിട്ട് എന്ത് സംഭവിക്കുന്നു, നമ്മുടെ ലിംഫ് നോഡിൽ കൂടെ ഒക്കെ നമ്മുടെ ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുന്നത്. ദെൻ ഇറ്റ് വിൽ കോസ് ദ മെനിഞ്ചൈറ്റിസ് അല്ലെങ്കിൽ ഹെമറാജിക് ന്യൂമോണിയ, ഇതൊക്കെ നമുക്ക് കോസ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്, ബ്ലഡിലോട്ട് എത്തുകയാണ്. പിന്നെ അതിൽ നിന്ന് ആണ് നമുക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടാവുന്നത്. സോ മൂന്നാമത്തെ ടൈപ്പാണ് ഇൻഡസ്റ്റൈനൽ ആന്ത്രാക്സിസ്, മെയിൻലി ലിമിറ്റഡ് ടു
ഇൻഫെക്റ്റഡ് കമ്മ്യൂണിറ്റീസ് ആണ് വരുന്നത്. ബിക്കോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ ഡെഡ് ആനിമൽ, ഇൻഫെക്റ്റഡ് ഡെഡ് ആനിമൽസിന്റെ മീറ്റ് ഒക്കെ ഫീഡ് ചെയ്യുമ്പോൾ അവർ നമ്മളത് കഴിക്കുമ്പോഴാണ് ഇവർക്ക് ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നത്. പ്രൈമറി സൈറ്റ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രൈൻ ആയിരിക്കും. അപ്പോൾ ഇറ്റ് വിൽ കോസ് ഹെമറാജിക് എൻഡ്രൈറ്റീസ്, വയലന്റ് എൻഡ്രൈറ്റീസ് അല്ലെങ്കിൽ ഹെമറാജിക് എൻഡ്രൈറ്റീസ് കോസ് ചെയ്യുന്നുണ്ട്, വിച്ച് കോസ് ഡയറിയ, ബ്ലഡ് ഡയറിയ ഒക്കെ കോസ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്, വിച്ച് ഈസ് ഹൈ ഫെറ്റാലിറ്റി റേറ്റ്. ഇതാണ് ഇൻഡസ്ട്രിയൽ ആന്ത്രാക്സിസിൽ പറയാനുള്ളത്. സോ നെക്സ്റ്റ് വൺ ഈസ് ദ ലാബ് ഡയഗ്നോസിസ് ഓഫ് ബാസിലസ് ആന്ത്രാക്സിസ്. സോ സാമ്പിൾ നമ്മൾ എടുക്കുന്നത് സ്പ്യൂട്ടവും പസ്സും CSF ആണ്, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡും ആണ് നമ്മൾ എടുക്കുന്നത്. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് മൈക്രോസ്കോപ്പി. മൈക്രോസ്കോപ്പിയിൽ നമ്മൾ ഏതൊക്കെയാണ് ചെയ്യുന്നത്? പോളിക്രോം, മെത്തിലിൻ ബ്ലൂ സ്റ്റെയിനിങ്ങും ഫ്ലൂറസെന്റ് ആന്റിബോഡി ടെക്നിക്കും ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുമ്പോഴത്തേക്കും കൾച്ചർ ആണ്. കൾച്ചർ എന്ന് പറയുമ്പോഴത്തേക്കും സാമ്പിൾ എടുത്തിട്ട് നമ്മൾ ഇനോക്കുലേറ്റ് ചെയ്യാണ് ഓൺ PLET മീഡിയം, ബ്ലഡ് അഗാർ, അതിനകത്തൊക്കെ നമ്മൾ ഇനോക്കുലേറ്റ് ചെയ്യണം. ബ്ലഡ് അഗാറിലാണെങ്കിൽ നോൺ ഹീമോലൈറ്റിക് കോളനീസ് ഒക്കെയാണ് നമ്മൾ നോക്കുന്നത്. മൂന്നാമതെന്ന് പറയുമ്പോഴത്തേക്കും അനിമൽ ഇനോക്കുലേഷൻ. അനിമൽ ഇനോക്കുലേഷൻ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ഗിനി പിഗ്സിനകത്ത്. അതിന്റെ അബ്രാഷൻസിലൊക്കെ നമ്മൾ അതിന്റെ സ്കിന്നിൽ ചെറിയ മുറിവുകൾ ഉണ്ടാക്കി അതിനകത്തോട്ട് കൾച്ചർ ഇൻജെക്ട് ചെയ്യും. എന്നിട്ട് ഇതിനകത്ത് ആ മുറിവുകളിലൊക്കെ എഡീമ, പസ്റ്റൂൾസ് ഒക്കെ ഫോം ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവ് ആണെന്നിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. നെക്സ്റ്റ് വൺ എന്ന് പറയുമ്പോൾ സെറോളജിക്കൽ ഡെമോൺസ്ട്രേഷൻ. സെറോളജിക്കൽ ഡെമോൺസ്ട്രേഷനിൽ നമ്മൾ മെയിൻലി ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ RIA, റേഡിയോ ഇമ്മ്യൂണാസേ, എലീസ, ഡയറക്റ്റ് ഫ്ലൂറസെന്റ് ആന്റിബോഡി ടെസ്റ്റ്, അങ്ങനത്തെ ടെസ്റ്റുകളൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് വരുന്നത് പിന്നെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അത് കൂടാണ്ട് നമ്മൾ ചെയ്യുന്നത് സ്ട്രിങ് ആൻഡ് പേൾ റിയാക്ഷൻസ് നോക്കുന്നുണ്ട്. ബാസിലസ് ആന്ത്രാസിസിനെയും ബാസിലസ് സിറിയസിനെയും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. സോ ഇതൊക്കെയാണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന ലബോറട്ടറി ഡയഗ്നോസിസ് ടെക്നിക്സ്. പ്രൊഫൈലാക്സിസ് എന്ന് പറയുമ്പോൾ നമ്മൾ മെയിൻലി ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംപ്രൂവ് അവർ പേഴ്സണൽ ഹൈജീൻ ആണ് മെയിൻ ആയിട്ട് വരുന്ന ഒരു പ്രൊഫൈലാക്സിസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള അനിമൽസിന്റെ കാർക്കാസസ്, അതായത് ചത്ത ശവങ്ങളെയാണ് അത് പറയുന്നത് കാർക്കാസസ് എന്ന് പറയുന്നത്. സോ ആ ഇൻഫെക്റ്റഡ് അനിമൽസിന്റെ കാർക്കാസസിനെ നമ്മൾ അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ നല്ല ഡീപ്പ് സോയിലിനകത്തൊക്കെ ക്രിമിനേറ്റ് ചെയ്യുക, അതായത് അഴുക്കുകാരത്തിനകത്തൊക്കെ ട്രീറ്റ് ചെയ്തിട്ട് വേണം അതിനെ നമ്മൾ എന്ത് ചെയ്യുക, ബെറി ചെയ്യാനായിട്ട്. സോ അതിന് കംപ്ലീറ്റ് ഇവാക്യുലേഷൻ. നെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റെറിലൈസേഷൻ ഓഫ് ആനിമൽ പ്രൊഡക്ട്സ്. അതെന്ന് പറയുമ്പോൾ ഈ വൂൾ ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൾമണറി ഡിസീസുകൾ വരാൻ ആന്ത്രാസിസ് കോസ് ചെയ്യുന്നത് വൂൾ ആ ഏരിയയിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണ്. സോ അങ്ങനത്തെ ഉള്ള പ്രൊഡക്ട്സിന്റെയൊക്കെ കംപ്ലീറ്റ് സ്റ്റെറിലൈസേഷൻ, അതൊക്കെയാണ് മെയിൻ ആയിട്ട് പറയുന്നത്. സോ നമ്മൾ പ്രിവെൻഷനിൽ മെയിൻലി ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ഏർലി ടൈംസിൽ നമ്മൾ പാസ്ചറിന്റെ വാക്സിൻ ആണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പാസ്ചറിന്റെ വാക്സിൻ ആയിരുന്നു നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് in 1881. So nowadays we didn't use Pasteur's vaccine. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോർട്സ് എന്നൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വാക്സിൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മെയിൻലി 2 ടൈപ്സ് ഉണ്ട്, സ്റ്റെറോൺ വാക്സിനും മസൂച്ചി വാക്സിനും. സ്റ്റെറോൺ വാക്സിൻ എന്ന് പറയുമ്പോഴത്തേക്കും നോൺ ക്യാപ്സുലേറ്റഡ് ആയിട്ടുള്ള അവിറുലൻസ് സ്ട്രെയിൻസിൽ നിന്നുള്ള സ്പോസിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന വാക്സിൻസ് ആണ്. പിന്നെ എന്ന് പറയുന്നത് മസൂച്ചി വാക്സിൻ, വിച്ച് കണ്ടെയ്ൻ അറ്റുനേറ്റഡ് സ്പോസ് ഓഫ് കാർബാസോ സ്ട്രെയിൻ ഇൻ 2% സെപ്പോണിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ സ്പോർ വാക്സിൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് എക്സ്റ്റെൻസീവ്ലി ആനിമൽസിൽ നല്ലൊരു റിസൾട്ട് ആണ് എപ്പോഴും ഫോം. ഇതൊന്നും കൂടാണ്ട് നമ്മൾ ടോക്സോയിഡ് കോട്ടഡ് വിത്ത് ആലം ഈസ് യൂസ്ഡ് ആസ് എ വാക്സിൻ. അതെന്ന് പറയുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻജെക്റ്റഡ് ഇൻട്രാമസ്കുലാർലി ഇൻജെക്ട് ചെയ്യാണ്. 3 കൺസർവേറ്റീവ് ഡോസസ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഫസ്റ്റ് 2 ഡോസസ് എന്ന് പറയുമ്പോഴത്തേക്കും 6 weeks ഇന്റർവെല്ലിലും, 3rd ഡോസ് നമ്മൾ 6 months ഇന്റർവെല്ലിലും ആണ് കൊടുക്കുന്നത്. കോമൺലി യൂസ്ഡ് ചെയ്യുന്ന ഒരു വാക്സിൻ മെത്തേഡാണ്. സോ ട്രീറ്റ്മെന്റിൽ നമ്മൾ ആന്റിബയോട്ടിക്
ട്രീറ്റ്മെന്റ് ആണ് ഹ്യൂമൻസിന് എടുക്കുന്നത്. പക്ഷേ ആനിമൽസിൽ അത്ര അത് കണ്ടത് എഫക്റ്റീവ് ആയിട്ട് വന്നിട്ടില്ല. അതുപോലെ തന്നെ ആന്റിബയോട്ടിക്സ് വിൽ നോട്ട് ബി എഫക്റ്റീവ് ആഫ്റ്റർ വൺസ് ദി ടോക്സിൻ ഈസ് ഫോംഡ്. ടോക്സിൻ ഫോം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ ആന്റിബയോട്ടിക്സിന്റെ ഒരു യൂസ് അവിടെ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. പിന്നെ പെൻസിലിനും സ്ട്രെപ്റ്റോമൈസിലിനും ആയിരുന്നു ആദ്യകാലങ്ങളിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് ഇറ്റ് ഈസ് നൗ റീപ്ലേസ്ഡ് ബൈ ഡോക്സിസൈക്ലിൻ ആൻഡ് സിപ്രോഫ്ലോക്സാക്സിൻ. അതുകൂടാണ്ട് പ്രൊഫൈലാക്സിസ് ട്രീറ്റ്മെന്റ്സ് കൂടെ നമ്മൾ എടുക്കുന്നുണ്ട്. അതായത് ഇമ്മ്യൂണൈസേഷനും വാക്സിൻസും ഒക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. സോ ഇത്രയുമാണ് ബാസിലസ് ആന്ത്രാക്സിസിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും. സോ നെക്സ്റ്റ് വൺ ഈസ് ആന്ത്രാക്കോയിഡ് ബാസിലെ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ച് ഇസ് സിമിലർ ടു ആന്ത്രാസ് ബാസിലെ. ആന്ത്രാസ് ബാസിലെ ആണ് നോൺ പാത്തോജനിക് എയർസ്പോർ ഫോമിംഗ് ബിയറിംഗ് ബാസിലേസ് ആണ്. മെയിൻലി കോമൺ കണ്ടാമിനേഷൻസ് കോസ് ചെയ്യുന്നുണ്ട് ഇൻ ദ കൾച്ചേഴ്സ് ആൻഡ് റിസംബ്ലൻസ് ഉണ്ട്. ബാസിലസ് ആയിട്ട് റിസംബ്ലൻസ് ഉണ്ട്, ആന്ത്രാസ് ബാസിലെ ആയിട്ട് റിസംബ്ലൻസ് ഉണ്ട്. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സ്യൂഡോ ആന്ത്രാക്സ് ഓർ ആന്ത്രാക്കോയിഡ് ബാസിലെ. അതുകൂടാണ്ട് തന്നെ ചില അനദർ ജീനസ് ബാസിലസിൽ വരുന്നതൊക്കെ ആന്ത്രാസ് ബാസിലസ് അല്ലാണ്ട് ഒക്കേഷണലി ഹ്യൂമൻസിൽ ഡിസീസ് കോസ് ചെയ്യുന്ന വേറെയും കുറെ സ്പീഷീസുകൾ വരുന്നുണ്ട്. അത് വരുത്തുന്ന ഇൻഫെക്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഹ്യൂമൻസിൽ വരുന്ന ഇൻഫെക്ഷൻസ് എന്ന് പറയുമ്പോൾ സെപ്റ്റിസിമിയ, മെനിഞ്ചൈറ്റിസ്, എൻഡോകാർഡൈറ്റിസ്, ന്യൂമോണിയ, വൂണ്ട് ഇൻഫെക്ഷൻ, ഓപ്പർച്യൂണിറ്റിസ്റ്റ് പാത്തജൻസ് ആണ് അവര്. പിന്നെ സെപ്പറേറ്റീവ് ലീഷൻസ്, അങ്ങനത്തെ കുറെ ഇൻഫെക്ഷൻസുകൾ കോസ് ചെയ്യുന്നുണ്ട്. പിന്നെ ബാസിലസ് സബ്റ്റിലസ് ആൻഡ് ബാസിലസ് ലിക്കനിഫോമിസ് ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഒക്കേഷണലി നമ്മൾ ലീഷൻസിൽ നിന്നൊക്കെ അങ്ങനത്തെ ഉണ്ടാവുന്ന ലീഷൻസിൽ നിന്നൊക്കെ നമ്മൾ ഐസൊലേറ്റ് ചെയ്യുന്ന ഓർഗാനിസംസ് ആണ്. സോ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് പാത്തോജനിക് ആയിട്ട് വരുന്ന ഒരു ഇതാണ് ബാസിലസ് സിറിയസ് എന്ന് പറയുന്നത്. ബാസിലസ് സിറിയസ് എന്ന് പറഞ്ഞാൽ സ്ട്രേറ്റ് റോഡ്സ് വിത്ത് റോഡന്റ് എൻഡ്സ്. സോ അതിനെയാണ് ബാസിലസ് സിറിയസ് എന്ന് പറയുന്നത്. ബിക്കംസ് മോസ്റ്റ്ലി ഇമ്പോർട്ടന്റ് ആയിട്ട് ഫുഡ് പോയ്സണിങ് കോസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. മെയിൻലി സിംഗുലർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ പെയർസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ നേച്ചർ, which we can isolate it from soil, vegetables, wide varieties of foods include milk, cereals, spices, meat and poultry. ഇതിനൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും, ഒരു ഐസൊലേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ജനറലി മോട്ടൈൽ ബട്ട് നോൺ മോട്ടൈൽ സ്ട്രെയിൻസ് കാണാറുണ്ട്. ബാസിലസ് ആന്ത്രാസിസുമായിട്ട് ചില കാര്യങ്ങളിൽ റിസംബ്ലൻസ് കാണിക്കുന്നുണ്ട്, പക്ഷെ ഇറ്റ് ഈസ് നോട്ട് ക്യാപ്സുലേറ്റഡ് and does not react with anthrax fluorescent antibody conjugate. So ഇതാണ് മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. ബാസിലസ് സിറിയസ് മെയിൻലി 2 types of food ബോൺ ഡിസീസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. വൺ ഈസ് അസോസിയേറ്റഡ് വിത്ത് വൈഡ് റേഞ്ച് ഓഫ് ഫുഡ്സ് ഇൻക്ലൂഡിങ് കുക്ക്ഡ് മീറ്റ് ആൻഡ് വെജിറ്റബിൾസ്. സോ ഒന്നെന്ന് പറയുന്നത് കുക്ക്ഡ് മീറ്റ് ഫുഡൊക്കെ ആയിട്ട് വരുന്നതാണ്. അത് ക്യാരക്ടറൈസ് ചെയ്യുന്നത് നമുക്ക് ഡയറിയ, അബ്ഡോമിനൽ പെയിൻ ആഫ്റ്റർ കൺസെപ്ഷൻ ഓഫ് 8 to 16 hours ഓഫ് ദിസ് ഇൻഫെക്റ്റഡ് ഫുഡ്സ്. വൊമിറ്റിംഗ് റെയർ ആയിരിക്കും. സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും മെയിൻലി എക്സ്ക്ലൂസീവ്ലി വിത്ത് ദ കൺസെപ്ഷൻ ഓഫ് കുക്ക്ഡ് റൈസ്, യൂഷ്വലി ഫ്രൈഡ് റൈസ് ഫ്രം ചൈനീസ് റെസ്റ്റോറൻറ്റ്സ്. സോ ഇതിൽ നിന്നൊക്കെ ആയിരിക്കും നമുക്ക് വരുന്നത്. ഈ ഇൽനെസ് ക്യാരക്ടറൈസ് ചെയ്യുന്ന അക്യൂട്ട് നോസിയ ആൻഡ് വൊമിറ്റിംഗ് 1 to 5 hours ആഫ്റ്റർ ദ കൺസെപ്ഷൻ ഓഫ് ദ ഇൻഫെക്റ്റഡ് മീൽ. ഡയറിയ ഇതിനകത്ത് ഈ ഒരു ടൈപ്പിനകത്ത് വരുമ്പോഴത്തേക്കും കോമൺ ആയിരിക്കില്ല. Bacillus cereus is present in large number of cooked rice and fecal samples from these patients. So നമുക്ക് ഇതിനൊക്കെ കാണാനായിട്ട്. സോ ബോത്ത് ടൈപ്പ് ഓഫ് കേസസിനകത്തും ഇൽനെസ് മൈൽഡ് ആയിരിക്കും, സെൽഫ് ലിമിറ്റഡ് ആയിരിക്കും, സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ഒന്നും റിക്വയർഡ് ആവാറില്ല. അതുപോലെ തന്നെ സ്ട്രെയിൻസ് കോസിങ് എമിറ്റിക് ടൈപ്പ് ഓഫ് ഡിസീസ്, എമിറ്റിക് ടൈപ്പ് ആയിട്ടുള്ള ഡിസീസ് കോസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ ദ ടോക്സിൻ വിച്ച് കോസസ് വോമിറ്റിംഗ് വെൻ ഫെഡ് ടു റീസസ് മങ്കീസ്. അതായത് നമ്മൾ റീസസ് മങ്കീസിൽ നമ്മൾ ഇത് കഴിപ്പിക്കുമ്പോൾ, അങ്ങനത്തെ ഒരു ഫുഡ് ഇൻഫെക്റ്റഡ് ആയിട്ട് ഫുഡ് കഴിപ്പിക്കുമ്പോൾ വിച്ച് ഈസ് റിസംബ്ലിംഗ് ടു സ്റ്റെഫൈലോകോക്കൽ എൻട്രോടോക്സിൻ. സോ അങ്ങനത്തെ ഇത് നമ്മൾ കഴിപ്പിക്കുമ്പോൾ സിമിലർ വോമിറ്റിംഗ് അങ്ങനത്തെ റിയാക്ഷൻസ് ഒക്കെ കാണിക്കാറുണ്ട്. Emetic toxin can only produced by Bacillus cereus, which was grown in rice but not in other media.
അതുപോലെ തന്നെ നമുക്ക് നമ്മൾ ഈ ഒരു ഓർഗാനിസത്തിനെ സ്പെസിഫിക് ആയിട്ട് യൂസ് ചെയ്യുന്ന മീഡിയം, സെലക്ടീവ് മീഡിയം എന്ന് പറയുന്നത് MYPA അഗാറാണ്. MYPA എന്ന് പറയുമ്പോൾ മാനിറ്റോൾ യഗ്യോക് ഫീനോൾ റെഡ് പോളിമിക്സിൻ അഗാർ ഫോർ ദ യൂസ്ഫുൾ ഐസൊലേഷൻ ഓഫ് ബാസിലസ് സിറിയസ് ഫ്രം ദ ഫീസസ് സ്പെസിമെൻസ് ആൻഡ് അതർ സോഴ്സസ്. അതുപോലെ തന്നെ ഇറ്റ് പ്രൊഡ്യൂസ് ലെസിത്തിനേസ് എൻസൈം ആൻഡ് ഫെർമെന്റ് ഷുഗേഴ്സ് like glucose but not mannitol. So lab diagnosisന് സാമ്പിൾസ് നമ്മൾ എടുക്കുന്നത് സ്റ്റൂള്, വൊമിറ്റ്, പസ്, ബ്ലഡ് ഇതൊക്കെയാണ് എടുക്കുന്നത്. മെയിൻലി 2 types ഓഫ് ഇതാണ് മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് മൈക്രോസ്കോപ്പി ആൻഡ് സെക്കൻഡ് വൺ ഈസ് കൾച്ചറിങ് മെത്തേഡ്സ്. മൈക്രോസ്കോപ്പിയിൽ നമ്മൾ ഗ്രാം സ്റ്റെയിനിങ് ആണെന്നും ചെയ്ത് നോക്കുകയാണ്. ഗ്രാം പോസിറ്റീവ് റോഡ്സ് ആണെങ്കിൽ ഇറ്റ്സ് പോസിറ്റീവ് ടെസ്റ്റ്. കൾച്ചറിനകത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രിംഗ് പേൾ റിയാക്ഷൻ അത് പ്രസന്റ് ആണോ അതല്ലെങ്കിൽ ആബ്സെന്റ് ആണോ നോക്കുക. നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി പോസിറ്റീവ് ആയിട്ട് എടുക്കും. അതുപോലെ കൾച്ചർ നമ്മൾ ചെയ്യുന്നത് മാനിറ്റോൾ യഗ്യോക് ഫീനോൾ റെഡ് പോളിമിക്സിലിൻ അഗാറിനകത്താണ് നമ്മൾ കൾച്ചർ ചെയ്ത് നോക്കുന്നത്. പിന്നെ അത് കൂടാണ്ട് മോളിക്കുലാറിൽ വരുന്നത് ഗാമാഫേജ് ടൈപ്പിംഗ് നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷെ അത്രയും സിവിയർ ആയിട്ട് നമ്മൾക്ക് ഇൻഫെക്ഷൻസ് വരാറില്ല. സാധാരണ സെൽഫ് ലിമിറ്റിംഗ് ആയിട്ട് തന്നെ പോവാറാണ് പതിവ്. ആന്റിബയോട്ടിക്സ് ആണ് ട്രീറ്റ്മെന്റ് ആയിട്ട് എടുക്കുന്നത്. ഇതിനകത്ത് പ്രൊഫൈലാക്സിസ് നമ്മള് ഇമ്മ്യൂണൈസേഷൻ ഒന്നും പറയുന്നില്ല. സോ താങ്ക് യു.